നമസ്കാരം. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളോടനുബന്ധമായി ധാർമ്മികമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും പൊതുവെ അനാഥരായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനോ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സർവാത്മന സഹകരിക്കുവാനോ സഹായങ്ങൾ നൽകുവാനോ ഒരു അവസരമുണ്ടായിത്തീരും. താല്പര്യമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തന മേഖലകളൊക്കെ വിപുലീകരിക്കുവാനുള്ള വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവലംബിക്കുവാൻ കൂടി സാധ്യതയുണ്ട്. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള അവസരമുണ്ടാകും. ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വഴി ആത്മാഭിമാനത്തിന് യോഗം കാണുന്നു. സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരും. പിതാവിന് സ്വല്പം അസുഖങ്ങൾ വർദ്ധിക്കുവാൻ യോഗമുണ്ട്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് അവധിയെടുത്ത് യാത്രകൾ വേണ്ടിവരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കാൽവെപ്പിന് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. ദൂരവ്യാപകമായിട്ടുള്ള പ്രവർത്തന മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്ര വേണ്ടി വരുന്നതിനാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. തന്മൂലം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഭാരങ്ങളെ കൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഗതാഗത നിയമം അനുവർത്തിക്കുന്നത് വഴി പിഴ അടയ്ക്കുന്ന സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും. എന്നിരുന്നാലും ദേഹസംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ ശീലിക്കുവാനുള്ളതും അനുവർത്തിക്കുവാനുള്ള തീരുമാനവും കൈക്കൊള്ളുവാനും ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.